ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ബൈ ഡോട്ട് ആദിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് കുറച്ച് കോവയ്ക്ക ആദ്യം നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക. കോവയ്ക്കയുടെ അരിഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം നടുക്കൂടെ ഇങ്ങനെ അരിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടുള്ളൂ. കട്ടി കൂടുകയാണെങ്കിൽ അതുപോലെ കോവയ്ക്ക വേവാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം. ഒരേ അളവിലൊന്നും വേണമെന്നില്ല, ഇങ്ങനെ അരിഞ്ഞെടുക്കാം. കോവയ്ക്ക എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് അതിൽ നമുക്ക് കടുക് വറുത്തിടാനായിട്ടാണ് ഇത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് വറുക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കായിട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില എങ്ങനെ ഫ്രഷായിട്ട് ഇരിക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണേ. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു മിനിറ്റ് അടച്ച് വെച്ചിരുന്നാൽ മതി. അതൊക്കെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് വേറെ ചില്ലി ഫ്ലേക്സ് നമ്മൾ ചേർക്കും എങ്കിലും 2 പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വയ്ക്കണം. കോവയ്ക്ക ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ പുറഭാഗമൊക്കെ കണ്ടുകൊണ്ട് വാടി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായ പൊടിവകകൾ ചേർത്ത് കൊടുക്കാം. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം ഇതിൻ്റെ നടുക്ക് കുറച്ച് സ്ഥലം ഇങ്ങനെ റെഡിയാക്കി വെച്ച് അതിലേക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ തൂവി കൊടുക്കണം. അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അടച്ച് വയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. പൊടിയെല്ലാം കരിഞ്ഞു പോകും അല്ലെങ്കിൽ. ഇപ്പോൾ അതിൻ്റെ എല്ലാം അരപ്പെല്ലാം കോവയ്ക്കകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മളിട്ട പൊടി ഐറ്റംസ് എല്ലാം ഇപ്പം നല്ലത്. ഇനി ഒരു കുറച്ച് നേരം കൂടി ഇങ്ങനെ ഒന്ന് വഴറ്റി അതിൽ വെള്ളമെല്ലാം പൂർണ്ണമായിട്ടും വറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി നമ്മളെ കോവയ്ക്ക നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇത് റെഡി ടു സെർവ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ. എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ രീതിക്ക് ആരൊക്കെ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ബൈ ബൈ.